ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് കോറൽ ഐലൻഡ് വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ രാവിലെ നമ്മൾ കോറൽ ഐലൻഡ് ഒക്കെ പോയി മടുത്ത് വന്നതിന് ശേഷം റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ വൈകിട്ട് നൈറ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ആദ്യം നമ്മൾ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലൊക്കെ പോയി കുറച്ചു നേരം കറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് വോക്കി സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ദൂരെ നിന്ന് തന്നെ വോക്കി സ്ട്രീറ്റ് നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ജിഗ് ജിഗാന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ് വോക്കി സ്ട്രീറ്റിന്റെ എൻട്രി വരുന്നത്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. അവര് DJ രീതിയിലുള്ള മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്തിട്ടില്ല. ഞാൻ എന്റേതായ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കണ്ട രീതിയിൽ ഏകദേശം ആ രീതിയിലൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരണമെങ്കിൽ എന്റേതായ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ഇരുവശങ്ങളിലും പബ്ബുകളും മസാജിങ് പാർലറുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് നല്ലൊരു വൈബാണ്. അപ്പോൾ അവർ ഓരോരുത്തർ ഇങ്ങനെ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടാസ്വദിച്ച് ഇങ്ങനെ പോകാം കേട്ടോ. ഈ വോക്കി സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പകലൊക്കെ ഇത് വണ്ടി പോകുന്ന റോഡാണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു 5-6 മണിയോടുകൂടി ഇത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്കവിടെ നടന്നാണ് കേട്ടോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ വണ്ടിയൊന്നും പോവില്ല, എല്ലാവർക്കും ഇങ്ങനെ നടന്ന് കാണാം. ഇത് കണ്ട ഇങ്ങനെ പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ വിളിക്കും കേട്ടോ, വേണ്ടവർക്ക് പോകാം. പിന്നെ സിംഗിൾ ആക്കിയിട്ടൊക്കെ പോകുന്നവരെ അവർ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്ര തന്നെ ഇതാകത്തില്ല. പക്ഷെ സിംഗിളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ ഇച്ചിരി കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ വരുന്നതിന് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞ പട്ടായെ കുറിച്ച് എനിക്കറിയുള്ളായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മദ്യവും മധുരാശിയും ഇവിടെ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഈ മനുഷ്യനെ ഞാൻ കണ്ടു പേടിച്ചു പോയിട്ടോ. അതുവഴി എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ നടക്കുന്ന ഒരാളാണ്. ഇരുട്ട് വീഴുമ്പോൾ തന്നെ ആട്ടവും പാട്ടവുമായിട്ട് തെരുവുണരും കേട്ടോ. പിന്നെ പുലർച്ചെ വരെ ആഘോഷങ്ങളുടെ പൂരമാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും വോക്കി സ്ട്രീറ്റിലുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകൾ, മസാജിങ് പാർലറുകൾ, സെക്സ് പാർലറുകൾ, ഇതൊക്കെയായി മറ്റൊരു ലോകമാണ് വോക്കി സ്ട്രീറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു ഫാന്റസി ലോകം തന്നെയാണ് കേട്ടോ പട്ടായ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വോക്കി സ്ട്രീറ്റ്. പിന്നെ ഇവിടെ കൂടുതൽ നൈറ്റ് ലൈഫ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വോക്കി സ്ട്രീറ്റിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പുലർച്ചെ ഒരു ആട്ടവും പാട്ടും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പട്ടായ സിറ്റി ഫുള്ളും ഇങ്ങനെ ഒരു നൈറ്റ് ലൈഫാണ് കേട്ടോ കാണാൻ സാധിച്ചത്. ഇതവിടെ പിന്നെ സ്ട്രീറ്റ് മാജിക് ആണ് കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ വീഡിയോസ് എടുത്തുന്നുള്ളൂ. പിന്നെ മൊത്തത്തിലൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ 5-6 ഇന്ത്യൻസിന്റെ പബ്ബുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ മാത്രമല്ല മറ്റുള്ളവരുടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കണ്ട് നടക്കാനും കാണാനും ഒക്കെ രസമാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങണ പോലെ പെൺകുട്ടികളൊക്കെ ഒരു നൈറ്റിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടു കേട്ടോ. ഇതൊക്കെ അവിടെ ലീഗലാണ്. അവര് നമ്മളിവിടെ സാധാ ഒരു തൊഴിൽ ചെയ്യണ പോലെയാണ് അവരിത് ചെയ്യണത്. അവരുടെ ജീവിതമാർഗ്ഗമാണ്. പിന്നെ അതിവിടെ അവിടെ ലീഗലുമാണ്. അപ്പൊ നമുക്കിതിവിടെ ഇല്ലീഗൽ ആയതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ താല്പര്യം തോന്നുന്നു കേട്ടോ. അവർക്കത് വിഷയമൊന്നുമില്ല, അവിടെ ലീഗലാണ്. പിന്നെ വോക്കി സ്ട്രീറ്റ് എന്ന് പറയാൻ കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്, കിലോമീറ്ററുകളോളം ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പബ്ബുകളും പിന്നെ ബാറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം കുറച്ച് നേരം ഈ മാജിക് ഷോ ഒക്കെ നിന്ന് ആസ്വദിച്ചു. പിന്നെ അവിടെ എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കുറച്ച് ദൂരം എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ വന്ന ആൾ പറഞ്ഞു, ഇങ്ങനെ ഈ പോസ്റ്ററും കൂടി പിടിച്ച് നിൽക്കാൻ പെൺകുട്ടികളില്ലേ, അവരുടെ നേരെ നമ്മൾ വീഡിയോസ് എടുക്കരുത്, കാരണം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞാൻ നിർത്തി കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം വോക്കി സ്ട്രീറ്റ് തീർന്നു കേട്ടോ. അങ്ങനെ വോക്കി സ്ട്രീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എൻഡിലായിട്ട് കട, ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലും കടകളുണ്ട്, പുറത്തും കടകളുണ്ട്, തീരുന്നിടത്തും കടകളുണ്ട്. അപ്പൊ അവിടെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മുതലിറച്ചി, നമ്മുടെ ഇവിടെ ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ മുതലിറച്ചീനെ കട്ട് ചെയ്ത് അവിടെ തന്നെ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിന്റെ സ്മെല്ല് അസഹനമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ സ്റ്റീം ചെയ്യുമ്പോഴൊക്കെ വല്ലാത്തൊരു മണം കേട്ടോ, വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ചുമ്മാ വീഡിയോ എടുത്തുന്നുള്ളൂ. അതൊക്കെ അങ്ങനെ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. ഫ്രൂട്ട്സ് ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. ചുമ്മാ എല്ലാം ലൈറ്റും വെട്ടവും വെളിച്ചമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമല്ലേ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ ദൂരം നടന്നപ്പോൾ ഞങ്ങൾ മടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തു. റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരികെ ഞങ്ങൾ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ റൂമിൽ കയറുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കയറി ചിക്കൻ ആണ് കേട്ടോ കഴിച്ചത്. ഇവിടെ സോസൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ, എന്തോരം വേണമെങ്കിലും എടുക്കാം. ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ഷോപ്സിലും അങ്ങനെയാണ് കേട്ടോ. ഇഷ്ടംപോലെ മയോണൈസും സോസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി എടുക്കാം. അത് നമുക്ക് തന്നെ പോയി എടുക്കാം കേട്ടോ.
അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്തായാലും വാക്കി സ്ട്രീറ്റൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ കാണാത്ത ലോകങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇതിന് മുന്നേയും തായ്ലൻഡ് വ്ളോഗിനെ കുറിച്ച് പാർട്ടായിട്ട് 3-4 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓളൊന്ന് വിഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.